ഹലോ ഹലോ, ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമായതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയുടെ ലെങ്തും കൂടാൻ ഒത്തിരി ചാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ എന്നെ ഇന്ന് വിളിച്ചിട്ട് വാ നമുക്ക് ഫുഡ് ഫെസ്റ്റിവലിന് പോകാമെന്നും പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോവാ. ഭയങ്കര വമ്പൻ സെറ്റപ്പാണ്. ഇവൻ ആരാണ്? ഇവനേതോ പാവപ്പെട്ട വീട്ടിലെ ചെറുക്കനാണെന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് ഈ കമ്പനി ഏതാണിത്? സത്യം പറഞ്ഞാൽ ഒത്തിരി ഹാപ്പി ആട്ടോ. ഇവിടെ വന്നിട്ട് ഒരു ജർമ്മൻ ഫ്രണ്ടിനെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫുഡ് ഫെസ്റ്റിവൽ. അപ്പോൾ സാബ്രുക്കലിലാണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇവിടെ കയറണമെങ്കിൽ എൻട്രി ഫീസ് ഒരു €4 കൊടുക്കണം കേട്ടല്ലോ. അതിൻ്റെ അകത്ത് കയറിയപ്പോഴാണേലോ ജാപ്പനീസ്, ചൈനീസ്, കൊറിയ അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. കണ്ടില്ല എന്തേലും ആൾക്കാരെ വന്നേക്കുന്നതെന്നുണ്ടായിരുന്നു. നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് മൊത്തം ചള്ളയായിട്ടൊക്കെ കിടക്കുമായിരുന്നു. പക്ഷെ അതൊന്നും ഇവർ വക വയ്ക്കാതെ എല്ലാവരും വന്നിട്ടുണ്ട്. ഇത് കണ്ടു, ഇതൊരു ക്യൂ ആണ്. ഈ സാധനം മേടിക്കാനുള്ള ക്യൂ ആയിരുന്നു നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടത്. അങ്ങനെ ഞാനും മാർസേലും കൂടെ ഇതാട്ടോ ട്രൈ ചെയ്യുന്നത്. ഇതിന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഈ സാധനം ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ ഇവിടെ വന്നിട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചു. പിന്നെ ഈ കാണുന്നതാണ് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലം. അവിടെയാണെങ്കിൽ പാനിപ്പൂരി ഉണ്ടായിരുന്നു, മോമോസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലൊക്കെ ആയി. അപ്പോൾ മാർസേൽ പറഞ്ഞു മാർസേലിന് വേറൊരു സാധനം ട്രൈ ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഈ സാധനം, എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് ഞങ്ങൾ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് പോവാട്ടോ. ഇങ്ങനെയായിരുന്നു ആ കാറിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ. അവൻ വമ്പൻ സെറ്റപ്പാണ്, ഭയങ്കര വൈബിൻ്റെ ആളാണ്. എവിടെയും നേരെ വീട്ടിലേക്ക് പോകാമെന്ന് ഓർത്തിട്ട് ഞാൻ നോക്കുമ്പോൾ ദൈവനെ വേറെ എവിടോട്ടോ കൊണ്ടുപോകുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി. ഇദ്ദേഹം തുറന്നു നോക്കുമ്പോഴേക്കും ഫയർവെയർ, അതായത് ഇവിടെ ഫയർഫോഴ്സിൻ്റെ വോളണ്ടിയർ വർക്കിംഗ് ഇവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവനിവിടെ വോളണ്ടിയർ ആയതുകൊണ്ട് തന്നെ ഇവന് ഫ്രീ ആയിട്ട് ഡ്രിങ്ക്സ് കിട്ടും. അപ്പോൾ എനിക്ക് ഡ്രിങ്ക്സ് തരാമെന്നും പറഞ്ഞ്, ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ആരുമില്ല, അത് വേറെ കാര്യം. ഡ്രിങ്ക്സ് തരാമെന്നും പറഞ്ഞ് അവൻ എന്നെ കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞു മാർസേലെ എനിക്ക് കൊക്കക്കോള മതി, എനിക്ക് അതാ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു ഓക്കെ അതിനിപ്പോൾ എന്നെ തരാമെന്നോ. ഇതിൻ്റെ അകം കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? എന്താല്ലേ, ഇവിടെ വോളണ്ടിയർ വർക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്കെല്ലാം ഇത് ഫ്രീ ആണ്. ഇവിടെ ഗെയിംസൊക്കെ ഒത്തിരി സെറ്റപ്പാണ്, വമ്പൻ സെറ്റപ്പാണ്, എല്ലാം സെറ്റപ്പൊക്കെ തന്നെയാണ്. പിന്നെ ആ കൗണ്ടർ കണ്ടോ, മറ്റേ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ബിയറൊക്കെ നമുക്ക് എടുത്ത് തരുന്ന കൂട്ട് പൈപ്പൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് പുതിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറയും മേടേ ഇതൊക്കെ എന്താടേ, നീ എന്നത്തിന് ഇതൊക്കെ ഞങ്ങളെ കാണിക്കുന്നത്, ഇതൊക്കെ ഞങ്ങൾക്ക് നേരത്തെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയായിരിക്കും. പക്ഷേ എനിക്കിതൊക്കെ പുതിയതാണ്, അതുകൊണ്ടാണ്. പിന്നെ ഈ ഷെൽഫിലിരിക്കുന്ന എല്ലാ ഡ്രിങ്ക്സും ഇവർക്ക് ഫ്രീ ആണെന്നാണ് മാർസൽ എന്നോട് പറഞ്ഞത്. വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് വേണ്ട. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.